സമീപകാലത്തും നമ്മൾ കേൾക്കാത്ത രീതിയിൽ ഒരു ക്രൂരതയുടെ വാർത്തയാണ് മലപ്പുറം കരുവാരക്കുണ്ടിൽ നിന്ന് വരുന്നത്. 14-കാരിയാണ് കൊല്ലപ്പെട്ടത്. 16-കാരൻ പോലീസ് കസ്റ്റഡിയിലിരിക്കുന്നു. രണ്ടുപേരും ഒരേ സ്കൂളിലെ വിദ്യാർത്ഥികളാണ്, സുഹൃത്തുക്കളാണ്. ഇന്നലെ ഒരുമിച്ച് പുറത്തേക്ക് ഇറങ്ങിയതാണ്. രണ്ടുപേരും സ്കൂളിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. പക്ഷേ തിരികെ ഒരാൾ വീട്ടിലേക്ക് എത്തിയില്ല. അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ, ഈ ആൺ സുഹൃത്തുമായി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ആദ്യം ആൺ സുഹൃത്തിനെ കസ്റ്റഡിയിലെടുക്കുന്നു. പിന്നീടുള്ള ചോദ്യം ചെയ്യലാണ് ക്രൂരതയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. തന്റെ സുഹൃത്തായ പെൺകുട്ടിയെ 16-കാരൻ കൊലപ്പെടുത്തി എന്ന നിഗമനത്തിലാണ് പോലീസിന്റെ അന്വേഷണം. താൻ തന്റെ സുഹൃത്തിനെ ബലാത്സംഗം ചെയ്തെന്ന് പ്രതി കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്, മൊഴി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ സംഭവ സ്ഥലത്ത് പോലീസിന് ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോകുൽ കെ വേണുഗോപാലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകി പോന്നിരുന്നത്. ഗോകുല്, ഇവർ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് ഈ പറയുന്ന മൃതദേഹം കണ്ടെത്തിയ ഇടത്തേക്ക് ഏകദേശം എത്രത്തോളം ദൂരമുണ്ടാകും? ഈ ഒരു ടെറൈൻ എങ്ങനെയാണ്? സമീപത്തൊന്നും വീടില്ലാത്ത രണ്ടുപേർ അതിന്റെ ഉള്ളിലേക്ക് ചെന്നാൽ, ഒരു ക്രൂരത നടത്തിയാൽ, ഒരു ക്രൂരകൃത്യം നടന്നാൽ, ഒരു കൊലപാതകം നടന്നാൽ പുറത്താരും അറിയാനിടയില്ലാത്ത ഒരു ടെറൈനാണോ അവിടെ? നമുക്കത് തന്നെ കാണാം. അതിപ്പോൾ കാണിക്കുന്നുണ്ട് ക്യാമറയിൽ. ഇതെവിടെ ഒരു അപ്പുറത്തെ വശത്ത് റബ്ബർ തോട്ടവും കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് വീടുകളൊന്നും ഇല്ലാത്തൊരു പ്രദേശമാണ് ഇവിടെ എന്ന് പറയുന്നത്. ഒരു വീട്ടിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു 200-250 മീറ്റർ അപ്പുറത്തേക്കാണ് വീട്. പക്ഷേ ഈ പറയുന്ന റെയിൽവേ ട്രാക്ക് എന്ന് പറയുന്നത് അതിന് ഇരുവശത്തും വലിയ കുറ്റിക്കാടുകളും മരങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ ആരും ശ്രദ്ധിക്കപ്പെടാത്തൊരു സ്ഥലമാണ് ഈ പ്രദേശം എന്ന് പറയുന്നത്. നമുക്കത് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. പക്ഷേ ഈ പറയുന്ന 16-കാരൻ ഈ പ്രദേശത്തെ സംബന്ധിച്ച വിവരം നേരത്തെ ഉണ്ടായിരുന്നു എന്നതിനെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വീടുകളൊക്കെ ഒന്ന് കാണണമെങ്കിൽ ഏറെ ദൂരം, ഒരു 200-250 മീറ്റർ ദൂരമാണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ ഒരു വീട് കാണാൻ വേണ്ടി പോലും എവിടെയും കേൾക്കാത്ത രീതിയിലുള്ള ദൂരത്തിലാണ് വീടുകളൊക്കെ ഉള്ളത്. പക്ഷെ എങ്ങനെയാണ് ഈ പറയുന്ന 16-കാരൻ ഈ സ്ഥലത്തെ സംബന്ധിച്ച വിവരം ലഭിച്ചത് എന്നതിനെ സംബന്ധിച്ച സൂചനയൊന്നുമില്ല. കാരണം ഇവർ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് 10 കിലോമീറ്ററിലധികം ദൂരമുണ്ട് ഈ ക്രൂര കൃത്യം നടന്ന സ്ഥലത്തേക്ക് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ ഈ കാണുന്ന ട്രാക്ക് ആ ഭാഗത്തു കൂടി ആയിരിക്കണം ഈ 16-കാരൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന സൂചന. അതായത് തൊടികപ്പുന റെയിൽവേ സ്റ്റേഷൻ ഇവിടുന്ന് 1 കിലോമീറ്ററിലധികം, 1.5 കിലോമീറ്ററോളം ദൂരമുണ്ട്. അതുവഴി നടന്നു വന്നതായിട്ടാണ് ഈ പറയുന്ന 16-കാരൻ പോലീസിന് മൊഴി നൽകി. ഈ ട്രാക്ക് വഴിയാണ് നടന്നു വരേണ്ടത്. തൊടിയപ്പുറ റെയിൽവേ സ്റ്റേഷനിലേക്ക് ബസ് മാർഗം എത്താൻ വേണ്ടി സാധിക്കും. പക്ഷേ ഒരു നാട്ടിൻ പ്രദേശമാണ്. CCTVകളൊക്കെ വളരെ കുറഞ്ഞൊരു പ്രദേശമാണ്. വന്നു കഴിഞ്ഞാൽ തന്നെ കൂടുതൽ ദൃശ്യങ്ങളൊന്നും കിട്ടാൻ സാധ്യതയില്ലാത്തൊരു പ്രദേശമാണ്. റെയിൽവേ ട്രാക്ക് വഴി 1.5 കിലോമീറ്ററോ അല്ലെങ്കിൽ അതിലധികമോ ദൂരം നടക്കുന്ന സമയത്തായാലും CCTVകളൊന്നും ഇല്ല എന്നുള്ളതാണ് ഒരു ട്രാക്കിലൊന്നും CCTVകൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ വിരളമാണ്. വലിയ വന്യജീവി പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു മേഖലയാണ് ഇത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനാൽ തന്നെ ഈ ഭാഗത്തൊന്നും CCTVയും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ തൊടികപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നടന്നു വന്നിട്ടാണ് ഇങ്ങോട്ടേക്ക് എത്തിയത് എന്ന് പറയുന്നു. ഇവിടെ ഈ ഭാഗത്ത് ഈ ക്രൂരകൃത്യം നടന്നു എന്ന്, അല്ലെങ്കിൽ കുറ്റകൃത്യം നടന്നു എന്ന് പറയുന്ന ഭാഗത്തേക്ക് വീടുകളൊന്നും കാണാനില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ചെറിയ ചെറിയ കുറ്റിക്കാടുകളും മരങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. ഒരാൾ പൊക്കത്തിന് മുകളിലുള്ള കുറ്റിക്കാടുകളുണ്ട്, ചെറിയ മരങ്ങളും കാര്യങ്ങളും ഒക്കെയുണ്ട്, മുള്ളുപോലത്തെ ചെടികളും കാര്യങ്ങളും ഒക്കെയുണ്ട്. റെയിൽവേ ട്രാക്കിൽ നിന്ന് ഏകദേശം 30 മീറ്ററിലധികം മാറിയിട്ടാണ് ഈ മൃതദേഹം ഇപ്പോൾ നമ്മൾ സ്പോട്ട് ചെയ്തിട്ടുള്ളത്. പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചതായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു സാധ്യതകളും ഒന്നുമില്ല. ഇപ്പോൾ ആളുകൾ നിൽക്കുന്ന സമയത്തായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ചെടികളും മരങ്ങളും ഒക്കെയാണ്. ആളുകൾക്ക് മര്യാദയ്ക്ക് നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു പശ്ചാത്തലവും ഒരു അന്തരീക്ഷവും ഒക്കെയാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഏത് സമയത്താണ് ഈ കൃത്യം നടന്നിട്ടുള്ളത് എന്നുള്ളതും ഒരു എടുത്തു പറയേണ്ട ഒരു ഘടകമാണ്. കാരണം രാത്രി 8 മണിയോട് കൂടിയിട്ടാണ് പോലീസ് ഈ തൊടിയപ്പുറ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് എന്ന് പറയുന്നു. 9 മണിയോട് കൂടിയിട്ടാണ് ഈ പറയുന്ന 16-കാരൻ തൊട്ടടുത്തുള്ള വീട്ടിൽ കയറി വെള്ളം ചോദിച്ചത് എന്ന് പറയുന്നു. ഏകദേശം ആ സമയത്തിനിടയിലായിരിക്കും നടന്നത്, ഇത്തരത്തിലുള്ളൊരു കൃത്യം നടന്നത് എന്നത്. രാത്രിയായാലും ഒരിക്കലും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു സ്ഥലമായി മാറാനുള്ള സാധ്യതയുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.